ഹായ് വ്യൂവേഴ്സ്, ഞാൻ സജിത് നായർ. എൻ്റെ ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങളുടെ നിലവിലുള്ള ഷോപ്പിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ഒട്ടനവധി പ്രോജക്റ്റുകൾ ഷോപ്പുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഫിൻടെക് സേവനങ്ങളായാലും ATMകളായാലും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഷോപ്പിലേക്ക് അഡീഷണൽ ആയിട്ടൊരു വരുമാനം കിട്ടുന്ന ഒരു പ്രോജക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അതാണ് നെക്സസ് ഷിപ്പ് ഹബ്ബ് എന്ന് പറയുന്നത്. ബേസിക്കലി പേരൊക്കെ വലിയ സംഭവമാണെങ്കിലും ഇത് ബേസിക്കലി എന്താണ്, കൊറിയറും പാർസലുമായിട്ടുള്ള സേവനങ്ങളാണ്. അതായത് നിങ്ങളുടെ സ്ഥാപനത്തിൽ കൊറിയർ അല്ലെങ്കിൽ പാർസൽ ബുക്കിംഗ് സെൻ്റർ ആക്കി കൂടി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ ഒട്ടനവധി വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു സേവനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ കഠിനമായിട്ട് പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിലൊക്കെ നമുക്ക് വന്ന ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പോൾ സപ്പോസ് പ്രൊഫഷണലാണ് അല്ലെങ്കിൽ സപ്പോസ് സ്പീഡ് ആൻഡ് സേഫ് ആണ്, ഈ ഒരു കമ്പനിയുടെ നമ്മളൊരു ഏജൻസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഏജൻസിയും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കൊറിയർ കമ്പനിക്ക് തന്നെ ചിലപ്പോൾ റൂറൽ ഏരിയകളിൽ സർവീസും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നേരിട്ട് കൊണ്ടിരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ നമ്മൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി എന്നുള്ളൊരു സന്തോഷകരം കൂടി പങ്കുവെക്കട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു സേവനം നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമായി എത്തിക്കുകയാണ്. ഒരു നെക്സസ് ഷിപ്പ് ഹബ്ബ് എന്നുള്ള ബ്രാൻഡിങ്ങിൽ, അതാണ് കൊറിയർ ആൻഡ് പാർസൽ സേവനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ ഒരു കൊറിയർ കമ്പനി പോലെ അല്ലെങ്കിൽ കൊറിയർ സ്ഥാപനം പോലെയല്ല നിങ്ങൾ കാണേണ്ടത്. സാധാരണ നിങ്ങൾ കാണുന്ന കൊറിയർ സ്ഥാപനങ്ങൾ ഒരുപാട് പാക്കേജുകളൊക്കെ വന്ന് കിടപ്പുണ്ടാവും. അതെല്ലാം അവർ ഒരു ഏജന്റിനെ വെച്ച് വീട്ടിലേക്ക് അല്ലെങ്കിൽ ഫീൽഡ് സ്റ്റാഫിനെ വെച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അത് വളരെ തലവേദന പിടിച്ചൊരു കാര്യമാണ്. അത് നടത്തുന്ന ആളുകളായിട്ട് നിങ്ങൾ ചോദിച്ചാൽ അറിയാം. കാരണം സ്റ്റാഫുകളുടെ അവൈലബിലിറ്റി, അവർ കൃത്യമായിട്ട് സാധനം എത്തിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട്, പിന്നെ നമ്മൾ ഈ സാധനം കൊണ്ടുപോകുമ്പോൾ ഡാമേജ് ആവാനുള്ള സാധ്യതകൾ, വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയതും അതുപോലെ തന്നെ തലവേദന കൂടിയതുമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു കൊറിയർ ഡെലിവറി എന്ന് പറയുന്ന ഒരു സംവിധാനം. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കി ഇപ്പോൾ കൊറിയറിനൊരു ബുക്കിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നത്. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെടുത്തൊരു കസ്റ്റമർ വരുന്നു, അവരൊരു പാക്കേജോ അല്ലെങ്കിൽ ഒരു ലെറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിവൈസോ, വലിയ ഡിവൈസ് എത്ര കിലോ ഉള്ളതാണെങ്കിലും നിങ്ങളുടെ ഷോപ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നു. നിങ്ങൾ ഓൺലൈനിൽ എന്ത് ചെയ്യുന്നു, അത് എൻ്റർ ചെയ്യുന്നു. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അതാത് കൊറിയർ കമ്പനികൾ വന്നിട്ട് അത് എടുത്തു പോകുന്നു. നിങ്ങൾക്ക് ഓരോരോ ബുക്കിങ്ങിനും നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്നു. ഇതാണ് സിമ്പിളായിട്ടുള്ള ടെക്നിക്ക്. ഇതിന് വേറൊരു ഹെഡേക്കും ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു ബോർഡും കൂടി എക്സ്ട്രാ വെക്കുക. കൊറിയർ പാർസൽ സേവനങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡും കൂടി വെക്കുക. അതിന് വേണ്ട കുറേ മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങൾ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്കിംഗ് സ്വീകരിക്കുക. ബുക്കിംഗ് സ്വീകരിച്ച് കഴിഞ്ഞാൽ അതാത് കമ്പനികൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്നിട്ട് അത് കളക്ട് ചെയ്തുകൊണ്ട് കസ്റ്റമർക്ക് ഹോം ഡെലിവറി ആയിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം. ഇപ്പോൾ പല കൊറിയറിൻ്റെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് ഒരുപാട് കൊറിയർ അയക്കാറുണ്ട്, ഹോം ഡെലിവറി എന്നുള്ളൊരു സംവിധാനം ഇല്ല. ആ കൊറിയർ സ്ഥാപനത്തിൽ നിന്ന് കസ്റ്റമറെ വിളിക്കും, ആ കസ്റ്റമർ ആ കൊറിയർ സ്ഥാപനത്തിൽ പോയിട്ട് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ഹോം ഡെലിവറിക്കുള്ള ഓപ്ഷനും കൂടി ഉണ്ട് എന്നുള്ളത് വളരെ അട്രാക്റ്റീവ് ഫീച്ചറാണ്. നിങ്ങളെടുത്ത് വരുന്ന കസ്റ്റമർ ആർക്കാണോ അയക്കുന്നത് അയാളുടെ വീട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്യുപ്മെന്റ്സ് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു കൊറിയർ പാക്കേജ് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു നെക്സസിന്റെ ഷിപ്പ് ഹബ്ബ് എന്ന് പറയുന്ന ഈ സംവിധാനം. ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു കൊറിയർ കമ്പനിയുടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് 5 കമ്പനികളുടെ കൊറിയറുകൾ അയക്കാനുള്ള സംവിധാനമുണ്ട്. അതിലൊരു കമ്പനി കേരളത്തിൽ അത്ര സജീവമല്ലാത്തതുകൊണ്ട് 4 ഞാനത് ചുരുക്കുന്നുണ്ട്. ഒന്ന് ഇന്ത്യ പോസ്റ്റ് ഓഫീസ്, അതായത് നമ്മുടെയൊക്കെ സ്വന്തം പോസ്റ്റ് ഓഫീസ്. ഈ പോസ്റ്റ് ഓഫീസിന്റെ സ്പീഡ് പോസ്റ്റ് അതുപോലെ തന്നെ പാർസൽ സർവീസ് നിങ്ങളുടെ സ്ഥാപനത്തിലൂടെ കളക്ട് ചെയ്യാം. അതേപോലെ തന്നെ ആമസോൺ ഷിപ്പിംഗ് വഴി നിങ്ങളുടെ സ്ഥാപനത്തിലെത്തുന്ന കൊറിയറുകൾ അല്ലെങ്കിൽ പാർസൽ അയക്കാൻ പറ്റും. പിന്നെ എക്സ്പ്രസ് ബീസ്, അതേപോലെ തന്നെ ഡെലിവറിയൊക്കെ ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ആമസോണിലൊക്കെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്ന സമയത്തൊക്കെ അധികം വരുന്നത് ഡെലിവറിയിലൊക്കെയാണ്. ആമസോണിലോ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡെലിവറിയിലൂടെയാണ് വരുന്നത്. ഇതൊക്കെ ഹോം സർവീസാണ്. പോസ്റ്റ് ഓഫീസ് ഹോം സർവീസ് അല്ല. പോസ്റ്റ് ഓഫീസ് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ എത്തിച്ചു കൊടുക്കാറുണ്ടെങ്കിലും ദൂരത്തുള്ള സ്ഥലങ്ങളിൽ, ഉള്ളോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഹോം ഡെലിവറി അല്ല, പോസ്റ്റ് ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യണം. പക്ഷെ അതും അവർക്ക് ബുദ്ധിമുട്ടില്ല. കാരണം നമുക്കറിയാം ഓരോരോ പിൻകോഡിലും പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് പോസ്റ്റ് ഓഫീസ് ഉണ്ടാവും, അവർക്ക് വന്ന് കളക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള ഈ പറഞ്ഞ 3 കമ്പനികളും അവർ ഹോം ഡെലിവറി ആയിട്ടാണ് ഈ പ്രോഡക്റ്റുകൾ അവരുടെ കസ്റ്റമറുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്ലസ് പോയിന്റ് ആണ് ഈ ഒരു സേവനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തെ ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു കൊറിയർ അല്ലെങ്കിൽ പാർസൽ ബുക്കിംഗ് കേന്ദ്രമാക്കിയിട്ട് മാറ്റും. അതിനുള്ളൊരു ഏജൻസിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്.
അപ്പോൾ എന്തെല്ലാമായിരിക്കും ഈ ഏജൻസിക്ക് ആവശ്യമായ കാര്യം? അതായത് ഒരു കസ്റ്റമർ വന്നു ലെറ്റർ അല്ലെങ്കിൽ പാർസൽ കൊണ്ടുവരുമ്പോൾ വെറുതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇത് കൃത്യമായി ഇതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് എമൗണ്ട്, വെയിറ്റ് വലിപ്പം അനുസരിച്ചിട്ടാണ് എമൗണ്ട് വരിക. അപ്പോൾ അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. വരുന്ന പാർസൽ അല്ലെങ്കിൽ കൊറിയർ നിങ്ങൾക്ക് വെയിങ് മെഷീൻ ഉണ്ട്. ആ വെയിങ് മെഷീൻ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വെയിങ് മെഷീൻ വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ അളന്നതിന് ശേഷം അത് കൃത്യമായിട്ട് ഈ സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു റേറ്റ് കാണിക്കും. ഈ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റിലുള്ളതിനേക്കാളും വളരെ 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 കുറഞ്ഞ റേറ്റ് ആയിരിക്കും. അതായത് നിങ്ങൾ ഇതിൻ്റെ ഒരു ഏജൻ്റാണ്, അപ്പോൾ ഏജൻസി റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരാം. അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു മാർക്കപ്പ് ഫീസ് ആഡ് ചെയ്യാം. ഒരു 30% 50% കൂട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു 50 രൂപേൻ്റെ ഒരു ചെറിയ കവറാണ്. 50 രൂപയാണ് നോർമലി പ്രൊഫഷണലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊറിയർ സ്ഥാപനങ്ങളിലോ ഈടാക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാനൊരു കമ്പനിയുടെ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അതാണ് ഈടാക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന് നിങ്ങളുടെ പോർട്ടലിൽ കാണിക്കുന്നത് ഒരു പക്ഷേ 22 രൂപയോ 25 രൂപയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു 30% 50% മാർക്കറ്റ് ഫീസ് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സർവീസ് ചാർജ് നിങ്ങൾക്ക് അതിലൂടെ കളക്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇതിന് ഓരോ കൊറിയറിന് ഇത്ര കമ്മീഷൻ എന്നുള്ള രീതിയിലൊന്നുമല്ല. നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഏജൻസി റേറ്റ് ആയിരിക്കും. ആ ഏജൻസി റേറ്റിൻ്റെ മുകളിൽ ഒരു മാർക്കപ്പ് ഫിക്സ് ചെയ്യുക, കൊടുക്കുക. ഇന്ത്യ പോസ്റ്റിന് അത്രയൊന്നും കുറവില്ല. ഇന്ത്യ പോസ്റ്റിന് നോർമലായിട്ടുള്ള റേറ്റ് ആണ് വരുന്നത്. അതിലൊരു മാർക്കപ്പ് ഫീസ് നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ് വേണ്ടത്. ബാക്കി എല്ലാത്തിനും നല്ല കുറവാണ് റേറ്റിൽ വരുന്നത്, ഏജൻസി റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഇൻകം നിങ്ങൾക്ക് ഡെയിലി ഒരു 5 or 10 കൊറിയർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ട ചെറിയൊരു ഇൻകം നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ലഭിക്കും. വേറെ ഒരു തലവേദനയില്ല. നിങ്ങൾ ആൾ വരുന്ന സമയത്ത് ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു വെക്കുന്നു, അതിൻ്റെ ഫീസും വാങ്ങിച്ചു വെക്കുന്നു. അതാത് കൊറിയർ കമ്പനികൾ, അതായത് ഇപ്പോൾ ആമസോൺ ഷിപ്പിങ്ങിലാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ചോദിക്കും, നിങ്ങൾക്ക് ആമസോൺ ഷിപ്പിങ്ങിൽ വേണോ അല്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റിൽ വേണോ ഡെലിവറിയിൽ വേണോ, അപ്പോൾ ഏതിലാണോ റേറ്റൊക്കെ കുറവുള്ളതെന്നൊക്കെ നോക്കി, നിങ്ങളെ ബിസിനസ് ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഏതിലാണോ റേറ്റ് കുറവുള്ളതെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് ബുക്ക് ചെയ്യുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ ആമസോൺ ഷിപ്പിങ്ങിലാണ് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ആമസോൺ ഷിപ്പിങ്ങിൻ്റെ ആളുകൾക്ക് ഈ വിവരങ്ങൾ എത്തും. ഇന്ത്യ പോസ്റ്റിലാണ് ഇന്ത്യ പോസ്റ്റിൻ്റെ സെർവറിലേക്ക് ആ വിവരങ്ങൾ എത്തും. അപ്പോൾ അതാത് ആളുകൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ എത്തുകയും കമ്പനിയുടെ ആളുകൾ എത്തുകയും അവർ ആ കൊറിയർ അവിടുന്ന് പിക്ക് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ ഉത്തരവാദിത്തം അവിടെ തീർന്നു. പിന്നെ നിങ്ങൾക്ക് ഇത് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ കൊറിയർ എവിടെ എത്തി എന്നൊക്കെ ഉള്ളത് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഒരു 3-4 ദിവസം കൊണ്ടാണ് ഈ കൊറിയർ ഡെലിവർ ആവുക. കാരണം ഇത് ഹോം ഡെലിവറിയാണ്. സാധാരണ നമ്മളിപ്പോൾ ഒരു കൊറിയർ ഇവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ എത്തുന്നുണ്ട്. കാരണം എന്താണ്, അത് ഹോം ഡെലിവറി അല്ല, അത് ഓഫീസ് ടു ഓഫീസാണ് പോകുന്നത്. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. ഇത് ഹോം ഡെലിവറിയാണ്. അപ്പോൾ നോർമലി നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ അറിയാം, ആമസോണിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ 3-4 ദിവസം എടുക്കും. അതേ ഒരു ടൈമാണ് ഈ ഒരു കൊറിയറിനും വരും. പക്ഷേ ഇത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വളരെ കൺവീനിയൻ്റ് ആയിരിക്കും. കാരണം അത് ഹോം ഡെലിവറി ആയിട്ട് അതാത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തുന്നു എന്നുള്ളത് വളരെ കൺവീനിയൻ്റ് ആയിരിക്കും. പിന്നെ പുറത്തുള്ളതിനേക്കാളും നിങ്ങൾ വിചാരിച്ചാൽ ക്യാഷ് എന്ത് ചെയ്യാം, കുറച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല മാർക്കറ്റ് പിടിക്കുകയും ചെയ്യാം. ഇനി ഈ സേവനം ആർക്കൊക്കെ തുടങ്ങാം, എങ്ങനെയൊക്കെ തുടങ്ങാം, എന്തെല്ലാം രേഖകൾ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. നോർമലി നിങ്ങളുടെ സ്ഥാപനം ഏതും ആയിക്കോട്ടെ, അതൊരു ബേക്കറി ആയിക്കോട്ടെ, റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റുകളായിക്കോട്ടെ, സർവീസ് സെൻ്ററുകളായിക്കോട്ടെ, ഓൺലൈൻ സർവീസ് സെൻ്ററുകളായിക്കോട്ടെ, ഏത് ഷോപ്പ് വഴിയും നിങ്ങൾക്ക് ഈ ഒരു സേവനം കൊടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഒരു സ്ഥാപനത്തിലൂടെ നിങ്ങൾക്ക് അവിടെ ഒരു ബോർഡ് വെച്ച് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ചെയ്യാം. പക്ഷെ ഇതിന് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ലാപ്ടോപ്പ് വേണം, അതുപോലെ തന്നെ ഒരു പ്രിൻ്റർ വേണം, വെബ് ക്യാമറ വേണം, പിന്നെ വെയിങ് മെഷീനാണ്. വെയിങ് മെഷീൻ, ടാപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അഡ്വർടൈസ്മെൻറ്റ് മെറ്റീരിയൽസ് ഇതെല്ലാം കമ്പനി നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഒരുക്കി വെക്കണം. പിന്നെ ഈ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന ആളും വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്തു കൊടുക്കാം. കാരണം തെറ്റിക്കാതെ അഡ്രസ്സൊക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ജോലിയാണ്, ഉത്തരവാദിത്തമുണ്ട്. അയക്കുന്ന ഡോക്യുമെൻ്റൊക്കെ പറഞ്ഞാൽ അതീവ ആവശ്യമുള്ള ഡോക്യുമെൻ്റൊക്കെ ആയിരിക്കും ഇതിൽ അയക്കുന്നുണ്ടാവുക, പാർസലാണെങ്കിൽ പോലും. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം നിങ്ങൾക്കും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എൻ്റർ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യാനും ഒക്കെയുള്ള ആളുകളെ തന്നെ നിയോഗിക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ, പാൻ കാർഡ്, ഷോപ്പിൻ്റെ എന്തെങ്കിലും പ്രൂഫ്, ഷോപ്പ് ഫോട്ടോ, പിന്നെ നിങ്ങളുടെ ഫോട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ ഇതിൻ്റെ ഏജൻസി ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോപ്പിലേക്ക് ആൾ വരും. അവർ ഈ ഫോട്ടോ കാര്യങ്ങളൊക്കെ അവിടുന്ന് കളക്ട് ചെയ്യും. അവർ കംപ്ലീറ്റ് ഓൺലൈൻ ആക്ടിവേഷനും കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യുക. വളരെ കുറഞ്ഞൊരു ഏജൻസി ഫീസിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു സേവനം ലഭ്യമാവുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ എത്ര വരുമാനമുണ്ടോ അതിനെ
ഡബിൾ ആക്കുക അല്ലെങ്കിൽ ട്രിപ്പിൾ ടൈമിലേക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കൊറിയർ അല്ലെങ്കിൽ പാർസൽ ബിസിനസ് എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ കുറേ കാലമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെ ഒരു സംവിധാനം കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഒന്നിലധികം കമ്പനികളുടെ സേവനങ്ങൾ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ എവിടേക്കും ഈ ഒരു കൊറിയർ അയക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ ഡെലിവറി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഏത് ഭാഗത്തേക്കും പോകാം. ആമസോൺ ഷിപ്പിംഗ് ആണെങ്കിലും ഇന്ത്യ പോസ്റ്റ് ആണെങ്കിലും ഏറ്റവും റേഞ്ച് ഉള്ളത് ഇന്ത്യ പോസ്റ്റാണ്, നിങ്ങൾക്കറിയാം. കാരണം പിൻകോഡ് തന്നെ ആരതാണ്? പോസ്റ്റ് ഓഫീസിൻ്റെ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റേഞ്ച് ഉള്ള എല്ലാവിധ കൊറിയറുകളും അല്ലെങ്കിൽ പാർസലുകളും ഡെലിവർ ചെയ്യാൻ പറ്റുന്ന 5 കമ്പനികളാണ് നമ്മളതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് കമ്പനികളും അതിനകത്തേക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഫിൻടെക് സേവനങ്ങളും കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഏതായാലും കമ്പ്യൂട്ടർ ഉണ്ട്, ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ വെബ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മണി ട്രാൻസ്ഫർ അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ അങ്ങനെയുള്ള ഒട്ടനവധി സേവനങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടി ഞങ്ങൾ ഈ ഒരു പാക്കേജിനൊപ്പം നിങ്ങൾക്ക് തരുന്നത്. അത് ബേസിക് ആണ്. ഇനി അതിൻ്റെ ഹൈ എൻഡ് വേർഷൻ അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള പാക്കേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫിൻടെക് സേവനങ്ങൾ എന്നുള്ള ഫിൻടെക്കിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ മിനി ATM ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും. AEPS, മിനി ATM തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ അതുപോലെ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ATM മെഷീൻ വേണമെങ്കിലും അതും നെക്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു അവസരമുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങി, ആ ഷോപ്പ് വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചു വരികയാണ്, ഒരു ഉയർച്ചയോ താഴ്ചയോ ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് നമ്മൾ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു അപ്ഗ്രഡേഷൻ ഒക്കെ വരുത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ റിസൾട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടുള്ള ബിസിനസ്സാണ് ഹോം ഡെലിവറി അല്ലെങ്കിൽ കൊറിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫുഡാണെങ്കിൽ ഹോം ഡെലിവറി ആണ്, ഡ്രസ് ആണെങ്കിൽ ഹോം ഡെലിവറി ആണ്, ഓൺലൈൻ ആയിട്ടുള്ള ഒരുവിധ ഐറ്റം മൊബൈൽ ആയാലും TV ആയാലും ഒക്കെ ഹോം ഡെലിവറിയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹോം ഡെലിവറിനെയാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ബിസിനസ് അവസരമാണ്. ഈ ഒരു അവസരം നിങ്ങളുടെ ബിസിനസ്സും നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, നല്ല ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാനുള്ള അവസരം പരമാവധി വിനിയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനും രജിസ്ട്രേഷനും ഒക്കെ ആയിട്ട് താഴെ കാണുന്ന നമ്പറുകളിലൊക്കെ വിളിക്കാം. നമ്മുടെ നെക്സസ് ടീമിനെയായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നെക്സസിനെ നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ടീമിനെയൊക്കെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റ് ബിസിനസ്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു ബിസിനസ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഐ ആം സൈനിങ് ഓഫ് സജിത് നായർ. താങ്ക് യു.